എൻ്റെ പേര് അവളിൽ വല്ലാത്ത അമ്പരപ്പാണുണ്ടാക്കിയത്. സംസ്കൃതത്തിലൊരു പേരോ? അതെ. നിങ്ങൾ സംസ്കൃതത്തിലാണോ സംസാരിക്കുക? അല്ല, പിന്നെ? മലയാള ഭാഷ സംസ്കൃതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാലും താമരയുടെ രാജാവ് എന്ന പേരുണ്ടോ? താമരയുടെ രാജാവ്? എനിക്ക് ലജ്ജ തോന്നി. ഞാൻ പറഞ്ഞു, ഞങ്ങൾ താമരയെ ആരാധിക്കുന്നു. അവൾ അല്പം ലജ്ജിക്കുന്നതായി കാണപ്പെട്ടു. എന്തോ പറയാൻ ബന്ധപ്പെടുന്നത് കണ്ടു. ഞാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവൾ താമര ആരാധ്യവസ്തുവായി തീർന്നതെങ്ങനെയാണെന്ന് ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ. ഒബ്രിയൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എനിക്കറിഞ്ഞുകൂടാ. അവൾ കൂടുതൽ നാണിച്ചു. നഗ്നമായ കഴുത്തിന് പിന്നിൽ നിന്നും നേർത്ത അരുണിമ മുഖത്തേക്ക് വ്യാപിച്ചു. താമരയുടെ ഇതളുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? എനിക്ക് മുഷിഞ്ഞു തുടങ്ങിയിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള സംസാരം ഏതാണ്ടൊരു ഇൻ്റർവ്യൂ പോലെ എനിക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. അല്പം വിരസതയോടെ ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പോകുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു കുസൃതിച്ചിരി തങ്ങി നിന്നു. അവൾ പോയി. 4 മാസത്തെ എൻ്റെ അമേരിക്കൻ ജീവിതത്തിനിടയിൽ അന്ന് ആദ്യമായാണ് ഒരു അമേരിക്കക്കാരി ലജ്ജിച്ചു ഞാൻ കാണുന്നത്. ലജ്ജാശീലയായ ഒരു അമേരിക്കൻ പെണ്ണ് എനിക്കൊരു സങ്കല്പമായിരുന്നു. അതുകൊണ്ടുകൂടിയാവാം ഞാൻ ലോലയിൽ ആകൃഷ്ടനായത് എന്നെനിക്ക് തോന്നുന്നു. ഡയറിയുടെ താൾ. ലിറ്ററേച്ചർ പഠിക്കുന്ന ലോല മിൽഫോർഡുമായി എനിക്ക് പ്രേമമായി എന്നാണ് തോന്നുന്നത്. അതങ്ങനെയാവട്ടെ. ലോലയെപ്പോലൊരു പെണ്ണിനെ, ഇത്ര സുന്ദരിയായി, ഓമനത്വമുള്ള, ബുദ്ധിയുള്ള, സംസാരിക്കാൻ അറിയുന്ന, എന്തിനാണിന്ന് ഹോട്ടലിൽ വെച്ച് മേശവിരിപ്പിന് ചുവട്ടിൽ എൻ്റെ കാലിൽ നീ കാലുമുട്ടിച്ചത്? പിന്നെ എന്തിനാണ്? ഏതായാലും ഈയിടെയൊന്നും വായിക്കുന്നില്ല. ഈ പെണ്ണെന്നെ കിറുക്കനാക്കി. ഇപ്പോൾ തന്നെ എനിക്ക് അവളെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ, ഈ രാത്രിയിൽ തന്നെ. ഓഡ്രി ഹെപ്ബേണിനെ പോലെ തലമുടി ചെറുതായി മുറിച്ച് നെറ്റിയിൽ പരത്തിയിട്ടിരുന്നു. ഞാൻ ചോദിച്ചു, ഓഡ്രി ഹെപ്ബേൺ ആണോ പ്രിയപ്പെട്ട താരം? അല്ല, ഷേർലി മക്ലെയിൻ. ഷേർലിയുടെ കണ്ണുകൾ ഞാൻ ഓർത്തു. നിഷ്കളങ്കതയാണ് അവയുടെ ജീവൻ. ഞാൻ പറഞ്ഞു, ലോലയുടെ കണ്ണുകൾ ഷേർലിയുടേതു തന്നെ. പ്രശംസയാണ്. അല്ല, അതെ, അല്ലല്ല. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരി, ഏറ്റവും നിഷ്കളങ്ക. ഞാൻ പറഞ്ഞുപോയി, അത് നീയാണ്. അവൾ പെട്ടെന്ന് തല താഴ്ത്തി. പിന്നീട് പൊടുന്നനെ എൻ്റെ കൈ കടന്നു പിടിച്ചു. അവളുടെ കണ്ണുകൾ സജലങ്ങളായിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവളെന്തോ പറയാൻ ബന്ധപ്പെട്ടു. പറയൂ, ഞാൻ ചോദിച്ചു. എന്താണ്? അവൾ ഒന്നും മിണ്ടാതെ എൻ്റെ കൈ പിടിച്ചമർത്തി. ലേക്ക് ഓഫ് ദി ക്ലൗഡ്സ് ഞങ്ങളുടെ മുൻപിൽ ഇരുട്ടിൽ പുതഞ്ഞു കിടന്നു. ജലനിരപ്പിന് മുകളിൽ മഞ്ഞ് വീണു തുടങ്ങിയിരുന്നു. ഒരു മോട്ടോർ ബോട്ട് ദൂരത്തുകൂടി പോകുന്നത് വ്യക്തമായി കാണാം. ലോല പിറുപിറുത്തു. എനിക്ക് അവളുടെ ചുണ്ടുകൾ മൃദുവായി വിറകൊള്ളുകയും എൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന കൈ വിയർക്കുകയും ചെയ്തു. എന്താണെങ്കിലും അവൾ അതൊരിക്കലും പറഞ്ഞു തീരുകയില്ല എന്നെനിക്കറിയാമായിരുന്നു. അവൾ എന്ത് പറയാനാണ് ബന്ധപ്പെടുന്നത് എന്നും എനിക്കറിയാമായിരുന്നു. മിച്ചിഗൻ. ഒഹിയോയ്ക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പത്തെ രാത്രിയിൽ സെൻറ്റ് ക്രോയ്സ് നദിയുടെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ അവളെ ചുംബിച്ചു. ഞങ്ങളുടെ ചുറ്റും നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. കാറിന് നേരെ നടക്കുമ്പോൾ അവൾ എൻ്റെ അരക്കെട്ട് ചുറ്റിപ്പിടിച്ചു നിർത്തി മന്ത്രിച്ചു. ഞാൻ കന്യകയാണ്, അത് ഓർമ്മയിരിക്കട്ടെ. ലോലയുടെ കഴുത്തിൽ ഒരു കറുപ്പ് പുള്ളി ഉണ്ടായിരുന്നു. അതവളെ ദുഃഖിപ്പിച്ചിരുന്നു. അവളുടെ ഒരു പല്ല് നടുക്ക് നിന്ന് 4ാമത്തേത് വെപ്പാണ്. തെക്ക് പടിഞ്ഞാറ് അമേരിക്കയിൽ നിന്ന് വരുന്ന പെൺകിടാങ്ങൾക്ക് പൊതുവെ അല്പം സൗന്ദര്യം കൂടും, ഭാവനയും. ലോലയാണെങ്കിൽ രണ്ടും കണക്കിൽ കവിഞ്ഞ കൂട്ടത്തിലാണ്. ജന്മഭൂമിയായ ടെക്സാസിനെ പറ്റി പറയുമ്പോൾ അവൾ എന്നും കവിതയിലേക്ക് വഴുതി വീണു പോയിരുന്നു. കോർപ്പസ് ക്രിസ്റ്റി ഉൾക്കടലിലെ തണുപ്പുള്ള കാറ്റ്, സാൻ ആൻ്റണിയെ നദിയുടെ തീരത്തെ വിശാലമായ പാർക്ക്. വരൂ, ഒരിക്കൽ ടെക്സാസിലേക്ക് വരൂ. അവൾ കവിത എഴുതിയിരുന്നു, പ്രസിദ്ധപ്പെടുത്തിയിരുന്നില്ല. എന്തുകൊണ്ട് പ്രസിദ്ധപ്പെടുത്താത്തത്? ഞാൻ ചോദിച്ചു. എനിക്കൊരു 2ാം കിട എഴുത്തുകാരിയാവണ്ട എന്നതുകൊണ്ട്, അവൾ പറഞ്ഞു. അമേരിക്കൻ സാഹിത്യത്തിൽ അവൾക്ക് അഭിമാനമുണ്ട്. മാർക്ക് ട്വെയിനെ പറ്റി പറയുമ്പോൾ അവൾക്ക് ഭ്രാന്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റ് മാർക്ക് ട്വെയിൻ ആണെന്ന് അവൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കെ അവൾ എന്നെ ക്ഷണിച്ചു. അടുത്ത ആഴ്ച മിസൗറിയിൽ പോകാം.
മിസൗറി. ഹാനിബാളിൽ മാർക്ക് ട്വെയിൻ്റെ ഭീമാകൃതിയിലുള്ള പ്രതിമയ്ക്ക് കീഴെ ഞങ്ങൾ നിന്നു. അദ്ദേഹം അനശ്വരമാക്കി തീർത്ത നദി മുന്നിലൂടെ ഒഴുകിപ്പോകുന്നു. ലോല അമേരിക്കൻ സാഹിത്യത്തെപ്പറ്റി ആവേശത്തോടെ സംസാരിച്ചു. ക്രിസ്മസ്. ലാസ് വെഗാസ് കാണാൻ ഞാൻ ക്രിസ്മസ് അവധിക്കാലം പ്രയോജനപ്പെടുത്തി. ലോലയും എന്നോടൊപ്പമുണ്ടായിരുന്നു. ലോല അത്യധികം ദുഃഖിതയായി കാണപ്പെട്ടു. അവൾക്ക് ലാസ് വെഗാസ് കണ്ടുകൂടാ. ഞാൻ ചോദിച്ചു, എന്താണ്? അവളുടെ അച്ഛനെപ്പറ്റി അന്നാദ്യമായി അവൾ എന്നോട് പറഞ്ഞു. ടെക്സസിൽ നിന്നും ബിസിനസ്സിനായി ഒഹിയോയിൽ വന്നു ചേർന്നു, പണമുണ്ടാക്കി. റീനോയിലും ലാസ് വേഗാസിലുമായി റൗലറ്റ് കളിച്ച് മുഴുവൻ കളഞ്ഞു കുളിച്ചു. ഒടുവിൽ ഇരപ്പാളിയായതിനു ശേഷം കൊലപാതകത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ജോൺ മില ഫോർഡിനെ പറ്റി ഞാൻ അന്നാണ് കേൾക്കുന്നത്. അയാളുടെ ഭാര്യ ഒരു വേശ്യയായിരുന്നു. ഇടയ്ക്കിടെ സ്ക്രീനിലും ടെലിവിഷനിലും പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു വില കുറഞ്ഞ വേശ്യ. ലോലയ്ക്ക് പ്രായമായി വന്നപ്പോൾ അയാൾ അവളെയും കൊണ്ട് ഒഹിയോയ്ക്ക് പോന്നു. പിന്നീട് ലോല അമ്മയെ കണ്ടിട്ടേയില്ല. റീനോ ആർച്ച് കടന്നപ്പോൾ ലോല എൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു. എൻ്റെ അച്ഛൻ നശിച്ചത് ഇവിടെയാണ്. അവർ തേങ്ങി. അന്ന് ലോല കണക്കറ്റ് മദ്യപിച്ചു. അവളുടെ കുട്ടിത്തം വിടാത്ത കവിളും മുഖവും മദ്യത്തിൻ്റെ ചൂടേറ്റ് ചുവന്നു. നെവാഡ സ്റ്റേറ്റിനെ അവൾ കുഴഞ്ഞ നാവുകൊണ്ട് ചീത്ത വിളിച്ചു. ഇന്ത്യയിൽ ഇങ്ങനെയൊരു നഗരമുണ്ടോ? ഇല്ല, ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. എങ്കിൽ എനിക്ക് കൂടി ഇന്ത്യയിൽ വരണം. അന്ന് വൈകിട്ട് മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്നും അവൾ പൂർണ്ണമായി വിമുക്തിയായപ്പോൾ വെയിൽ വീഴ്ത്തിയ തണലുകളിലൂടെ വാടകയ്ക്കെടുത്ത 2 പെൺകുതിരകളുടെ പുറത്തിരുന്ന് സഞ്ചരിക്കുമ്പോൾ അവൾ വീണ്ടും ചോദിച്ചു, എനിക്ക് ഇന്ത്യയിൽ വന്നുകൂടെ? ഞാനൊന്നും പറഞ്ഞില്ല. നമുക്ക് വിവാഹം ചെയ്യാമോ? ഞാൻ പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ്. ഒരു ക്രിസ്ത്യാനിയെ വിവാഹം ചെയ്യാൻ ഒരു ഹിന്ദുവിന് സ്വാതന്ത്ര്യമുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൂടെ? ഞാൻ ചെറുതായി ചിരിച്ചു. ഒരു പെണ്ണിനു വേണ്ടി മതം മാറുന്നത് അടിമത്തത്തിന് വഴിവെക്കുകയാവാം എന്ന വിഡ്ഢിത്തം എനിക്ക് തോന്നിയിരുന്നു. താഹോയ് തടാകത്തിൻ്റെ കരയിലെത്തിയപ്പോൾ ഞങ്ങൾ നിന്നു. അവൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് താമസിക്കാം. ഞാൻ വല്ലാതായി. അതുകണ്ട് അവൾ ചോദിച്ചു, ഇവിടെ സ്ഥിരമായി താമസിക്കണമെങ്കിൽ അമേരിക്കൻ പൗരത്വം സ്വീകരിക്കണോ? എനിക്കറിയില്ല. എനിക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നതിനും ഇന്ത്യൻ പൗരത്വം വേണ്ടിവരുമോ? എനിക്കറിയില്ല. എൻ്റെ അലസത അവളെ ദേഷ്യം പിടിപ്പിച്ചു. അവൾ 2 രാജ്യങ്ങളെയും ചീത്ത പറഞ്ഞു. ഇന്ത്യൻ പൗരത്വവും അമേരിക്കൻ പൗരത്വവും, ഇന്ത്യയും അമേരിക്കയും, ക്രിസ്ത്യാനിയും ഹിന്ദുവും, ഹിന്ദുമതവും ക്രിസ്തുമതവും. അവളൊരു ഭ്രാന്തിയെപ്പോലെ കുറേ നേരത്തേക്ക്. അരിസോണയുടെ തലസ്ഥാനത്തെ ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അവളോട് എൻ്റെ ചുറ്റുപാടുകൾ വിവരിച്ചത്. എനിക്ക് എൻ്റെ ലോലയെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നീ അതിൽ നിരാശപ്പെടരുത്. ഇല്ല, എനിക്ക് നിരാശയില്ല, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം പതറിപ്പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ എൻ്റെ ചുറ്റുപാടുകൾ കൂടുതൽ വ്യക്തമാക്കി. എന്നെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബം, എൻ്റെ നാടിൻ്റെ ദാരിദ്ര്യം, എൻ്റെ വീടിൻ്റെ ദാരിദ്ര്യം. ഈ സ്കോളർഷിപ്പില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെയെങ്ങും വരാൻ കൂടി പറ്റില്ലായിരുന്നു. പിന്നെ അമേരിക്കയിൽ ജനിച്ചു വളർന്ന് ഒരിക്കൽ അവിടെ സുഖമായിരിക്കാൻ പറ്റുകയില്ല. ഇവിടുത്തെ പോലെയുള്ള വലിയ ഹോട്ടലുകളില്ല, ബീച്ചില്ല, ദാരിദ്ര്യം മാത്രം, ദാരിദ്ര്യം മാത്രം. അവൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നി. ഞങ്ങൾക്ക് മുന്നിൽ താഴെ ഫീനിക്സ് നഗരത്തിലെ ലക്ഷക്കണക്കിന് കൂറ്റൻ ബിൽഡിങ്ങുകൾ നിരന്നു കിടന്നിരുന്നു. ഓർക്കസ്ട്ര തിടുക്കപ്പെട്ട് വികൃതമായി എന്തോ ഒക്കെ പാടിക്കൊണ്ടിരുന്നു. അവൾ എന്നെ പകച്ചു നോക്കി. ദാരിദ്ര്യം. മർലിൻ മൺറോ മരിച്ച ദിവസം അവൾ എൻ്റെ മുറിയിൽ വന്നു. ഒരു വിഡ്ഢിയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ താരം. അവൾ വിഷാദിച്ചു. ഏതായാലും ഇമാതിരി കഴുതകൾ മരിക്കുന്നതാണ് നല്ലത്. അന്ന് ആത്മഹത്യകളെക്കുറിച്ചും അവയുടെ കാരണങ്ങളെക്കുറിച്ചും ഞങ്ങൾ ദീർഘമായി സംസാരിച്ചു. ആത്മഹത്യ ചെയ്യുന്നവർ മുഴുവൻ വിഡ്ഢികളാണെന്നും അവൾ വിശ്വസിക്കുന്നു. അവർ ആരുമായിക്കൊള്ളട്ടെ, കാരണം എന്തുമായിക്കൊള്ളട്ടെ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, കണക്കറ്റ് ദുഃഖിക്കുമ്പോൾ നാം എല്ലാവരും ഒരു വേള. അവൾ പെട്ടെന്ന് നിശബ്ദയായി. 1 മിനിറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് ചോദിച്ചു, ഇനി എത്ര ദിവസമുണ്ട് മടങ്ങിപ്പോകാൻ? 3 മാസം, ഞാൻ പറഞ്ഞു. പിന്നീട് പലപ്പോഴും അവൾ ആ അവസരത്തിൽ അങ്ങനെ ചോദിക്കാൻ കാരണം എന്തായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പോരുന്നതിന് 1 ആഴ്ച മുൻപ് ലോല പറയുകയുണ്ടായി, ഈ 1 ആഴ്ച എൻ്റെയാണ്. എനിക്കിഷ്ടം പോലെ ഞാനത് ചെലവഴിക്കും. ഞാൻ പറയുന്നത് പോലെ കേട്ടുകൊള്ളണം. ഞാൻ സമ്മതിച്ചു. എങ്ങനെയാണ് 1 ആഴ്ച കഴിക്കുക? ഞാൻ ചോദിച്ചപ്പോൾ സങ്കോചലേശമെന്നെ അവൾ പറഞ്ഞു, ഈ 1 ആഴ്ചയാണ് നമ്മളുടെ മധുവിധു, സദേൺ കാലിഫോർണിയയിൽ വെച്ച്. അവൾ അത് നിസ്സാരമായി പറഞ്ഞു. കാരണം അവൾക്ക് കണക്കറ്റ് പണമുണ്ടായിരുന്നു. അവളുടെ മരിച്ചു പോയ ഒരു അമ്മാവി
അവൾക്കായി നല്ലൊരു സംഖ്യ നീക്കി വെച്ചിരുന്നു. സദേൺ കാലിഫോർണിയ, പ്രശസ്തമായ ഹോളിവുഡ്, ഓറഞ്ച് വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിശാല വീഥികൾ, സുപ്രസിദ്ധമായ റോസ് ബോൾ സ്റ്റേഡിയം, ലാജോളായിലെ കൊടുമുടികളിൽ കടലിന് മുകളിലേക്ക് തള്ളി നിൽക്കുന്ന വീടുകളിലൊന്നിൽ വെച്ച് അവൾ സത്യമായിരുന്നു പറഞ്ഞത്. ലോല മിൽഫോർഡ് അന്ന് വരെ ഒരു കന്യകയായിരുന്നു. അമ്മ നേരത്തെ എഴുതിയിരുന്നു, നീ വന്നാലുടൻ വിവാഹം വേണമെന്നാണ് അവർക്കൊക്കെ. എന്നോടൊപ്പം കളിച്ചു വളർന്ന എൻ്റെ ഭാവി വധു ഒന്ന് കാണാൻ കൊതി. ത്രൂ ദാറ്റ് വൈറ്റ് നൈറ്റ് വി ടു സാറ്റ് ഓൺ യുവർ വിൻഡോ സിൽ. ആ വെളുത്ത രാത്രിയിൽ നിന്റെ ജാലകപ്പടിയിൽ ഷിവാഗോയുടെ പദ്യങ്ങൾ. നിങ്ങളുടെ ഒരു കുട്ടി എൻ്റെ വയറ്റിലുണ്ടെന്ന് കരുതി നോക്കൂ. എങ്കിൽ ഞാൻ അവനെ പ്രസവിക്കും, അല്ലേ? ഉവ്. എന്നിട്ട് ഞാൻ അവനെ വളർത്തും. നിങ്ങളെപ്പോലെ അവൻ വളർന്നു വരും. നിങ്ങൾ ഇപ്പോഴുള്ളതുപോലെ ആവുമ്പോൾ അപ്പോഴേക്കും എനിക്ക് വളരെ പ്രായമാവും. അന്ന് ഞാൻ അവനെ കൊല്ലും. എനിക്ക് ലേശം വിഷാദം തോന്നി. എങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങ് കൊല്ലരുതോ? എനിക്കതിന് കഴിവില്ലെന്നാണ് തോന്നുന്നത്, അവൾ പറഞ്ഞു. പിന്നീട് മണ്ണിൽ മുഖം ചേർത്ത് തേങ്ങി. ഒന്നും വേണ്ടായിരുന്നു, ഇതൊന്നും വേണ്ടായിരുന്നു. കോടിക്കണക്കിന് അസേലിയ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന താഴ്വരയിൽ നിന്നും ഒരു കാറ്റ് അടിച്ചുയർന്നു. അതിൽപ്പെട്ട് അവളുടെ തലമുടി അലസമായി പറന്നുകൊണ്ടിരുന്നു. ഞാൻ മെല്ലെ അവളുടെ ചുമലിൽ കൈവച്ചു. അവൾ പിടഞ്ഞെണീറ്റ് കണ്ണു തിരുമ്മി. ഒരു നിമിഷം എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു പുതിയ ആവേശത്തോടെ എൻ്റെ വിരലുകളിൽ ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ക്ഷമിക്കൂ. തെക്കൻ കാലിഫോർണിയ മണൽക്കാടുകളുടെ നാടാണ്. എപ്പോഴും ഒരു ചൂടുള്ള കാറ്റ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. ഭീമാകൃതിയിൽ 30 അടിയോളം ഉയരത്തിൽ ജോക്ഷുവ വൃക്ഷങ്ങൾ ഊക്കൻ കുലകൾ വഹിച്ചുകൊണ്ട് നിന്നിരുന്നു. കാറ്റ് വീശുമ്പോൾ കൊമ്പുലഞ്ഞാടി. ഒറ്റയായും കുലയായും പൂക്കൾ അടർന്ന് പറന്നു. ലോലയെ ഒരു കുലപ്പൂവിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ക്യാമറയിലാക്കി. അവൾ മനോഹരമായി ചിരിച്ചു നിന്നു. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ആരോടെന്നില്ലാതെ അവൾ പിറുപിറുത്തു. ഞാനും ആ വിഡ്ഢിത്തം കാട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ്? ഞാൻ ചോദിച്ചു. മർലിൻ കാട്ടിയ ആ വിഡ്ഢിത്തം. സാന്റാ ബാർബറ മിഷനിലെ മണികൾ ദുഃഖഭാവത്തിൽ അലച്ചു. സന്ധ്യ താണു പറന്നു. അതിപുരാതനമായ പള്ളിയുടെ വാതിൽ നിശബ്ദമായി അടഞ്ഞു. അകലെ എവിടെയോ നിന്ന് മറ്റേതോ പള്ളിയിൽ മണിയടിക്കുന്ന ശബ്ദം അരിച്ചെത്തി. ഇരുട്ടിൽ എൻ്റെ മടിയിൽ തല ചായ്ച്ചു കിടന്ന് ലോല ചോദിച്ചു, എൻ്റെ വഴി ഇതല്ലേ? ഞാൻ പറഞ്ഞു, മഠയത്തരം പറയാതിരിക്കും. എന്നെ സന്തോഷമായി യാത്ര അയക്കണം. അവളൊന്നും പറഞ്ഞില്ല. എനിക്ക് ദുഃഖം തോന്നി. കഴിഞ്ഞ ദിവസങ്ങളിൽ സാൻ ഗബ്രിയേൽ മിഷനിലും കാർമൽ ബേയിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന സെയിൻറ്റ് ചാൾസ് ബോറോമിയോയിലും ഞാൻ കണ്ട നിരവധി മുഖങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നു. നിത്യതയുടെ മണവാളന്മാർ, മണവാട്ടികൾ. നീ ഒരിക്കലും അത് ചെയ്യരുത്, ഞാൻ പറഞ്ഞു. അതൊരുതരം ക്രൂരതയാണ്. അങ്ങിങ്ങ് നിശബ്ദമായി ചലിച്ചിരുന്ന കറുത്ത നീളം കുപ്പായക്കാർ താഴ്വരയിലെ മങ്ങിയ വെളിച്ചത്തിൽ അലിഞ്ഞു ചേർന്നു. ഓറഞ്ച് വൃക്ഷങ്ങളുടെ മുകളിൽ കോടമഞ്ഞ് പുതഞ്ഞു. ഞാൻ അവളുടെ കവിളിലെ നനവ് തുടച്ചു കളഞ്ഞു. അവസാന ദിവസം ലോല അത്യധികം ഉന്മേഷവതിയായി നടിച്ചു. പക്ഷേ അതൊരു മുഖാവരണം മാത്രമായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു. രാത്രി വളരെ ഇരുട്ടുന്നതുവരെ ഞങ്ങൾ തെരുവീഥികളിൽ അലഞ്ഞു നടന്നു. ഇടയ്ക്കിടെ തെരുവ് വിളക്കുകളുടെ പ്രകാശം വന്നെത്താത്ത ഇരുട്ടിൽ പെട്ടെന്ന് നിന്ന് എന്നെ ചുംബിച്ചു. നൈറ്റ് ക്ലബ്ബുകൾ കൂടുതൽ ശബ്ദായമാനമായിക്കൊണ്ടിരുന്നു. ഞങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല. ഏതു നിമിഷവും ലോലയുടെ മുഖാവരണം തകരുമെന്നും അവൾ പൊട്ടിക്കരയുമെന്നും ഞാൻ ഭയപ്പെട്ടു. അതുണ്ടായത് ഒരു തിരിവിൽ വെച്ചാണ്. ബിക്കിനി മാത്രം ധരിച്ച ഒരു പെണ്ണിനെ 3 ചെറുപ്പക്കാർ ചേർന്ന് ഇരുട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞങ്ങൾ കണ്ടു. ആ പെണ്ണ് വല്ലാതെ മദ്യപിച്ചിരുന്നു. അവ്യക്തമായ സ്വരത്തിൽ അവൾ ആരെയൊക്കെയോ പുലഭ്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഇരുട്ടിൽ അവർ അപ്രത്യക്ഷരായി. അല്പം കഴിഞ്ഞ് മുരുട്ട് ശബ്ദത്തിൽ ആരോ പാടി, ഗോൾഡൻ മെമ്മറീസ് ആൻഡ് സിൽവർ ടിയേഴ്സ്. ലോല പറഞ്ഞു, പോകാം. ഞങ്ങൾ വീണ്ടും നടന്നു. അവൾ എന്തോ പറയാൻ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. കുറേ നടന്നപ്പോൾ അവൾ ചോദിച്ചു, കുടിച്ചും വ്യഭിചരിച്ചും ഏതോ ദുഃഖം മറക്കാൻ ആ മഠയെ ശ്രമിക്കുന്നു അല്ലേ? അവളുടെ സ്വരത്തിൽ കണ്ണുനീരിൻ്റെ ഛായ ഉണ്ടായിരുന്നു. ഞാൻ അവളെ പിടിച്ചു നിർത്തി. അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവ നിറഞ്ഞിരുന്നു. തിരിച്ചു നടക്കാം, ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഹോട്ടലിന് നേരെ നടന്നു. കഥ കടഞ്ഞു. ഞങ്ങൾ 2 പേരും മാത്രമായി. രാത്രി വളരെ കഴിഞ്ഞിരുന്നു. പ്രഭാതം അടുത്തടുത്ത് വരുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഞാൻ കട്ടിലിലിരുന്നു. എൻ്റെ കാൽക്കൽ വെറും നിലത്തായി ലോലയും. ഇടയ്ക്കിടെ എൻ്റെ കൈകളിൽ അവൾ മൃദുവായി ചുംബിച്ചു. മറ്റു ചിലപ്പോൾ നിശബ്ദയായി അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ ഒരു അമേരിക്കക്കാരിയാണെന്ന് വിശ്വസിക്കാൻ ആ നിമിഷങ്ങളിൽ പ്രയാസം തോന്നി.
രാവിലെ തമ്മിൽ പിരിഞ്ഞു. വീണ്ടും കാണുക എന്നൊന്നുണ്ടാവില്ല. നീ മരിച്ചതായി ഞാനും, ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക.